സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് പോലീസ്. പിടിയിലായ മുഹമ്മദ് ഇർഫാനെപ്പറ്റി സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തും. ഇയാൾക്ക് ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ അതിശക്തമായ വകുപ്പുകളും ചുമത്തും. ബീഹാർ റോബിൻ ഹുഡ് എന്ന് വിളിപ്പേരുള്ള ഇർഫാൻ മോഷണ മുതലുകളും അത് വിറ്റുകിട്ടുന്ന പണവും കൈകാര്യം ചെയ്തിരുന്ന രീതിയും അന്വേഷണ വിധേയമാക്കും. ഇർഫാന്റെ ഭാര്യയും ബീഹാർ സീതാമണ്ഡിലെ ജില്ലാ പരിഷത്ത് അംഗവുമായ ഗുൽഷൻ പർവീണിനെയും പോലീസ് ചോദ്യം ചെയ്യും. ഭാര്യയുടെ പിന്തുണയോടെയാണ് മോഷണമെന്ന വിലയിരുത്തൽ സജീവമാണ്. ഈ മാസം 16-നാണ് സീതാമണ്ഡിൽ നിന്ന് മുഹമ്മദ് ഇർഫാൻ കൊച്ചിയിലേക്ക് പുറപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യാത്രക്കിടെ കർണാടകയിലെ ഒരു ധാബയിൽ ഒരു രാത്രി താമസിച്ചു. ഇവിടെയും മോഷണ ശ്രമം നടത്തിയെന്ന സൂചനയുണ്ട്. മുംബൈയിൽ ഒരു ബന്ധുവിന്റെ സ്ഥാപനത്തിൽ ഇർഫാൻ ജോലി നോക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ച കാർ വാങ്ങിയത്. പണം നൽകിയെങ്കിലും രേഖകൾ തന്റെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല. മുംബൈയിൽ നിന്നും ബീഹാറിലേക്ക് പോകും മുൻപ് അവിടെ ഒരു വീട്ടിൽ പ്രതി മോഷണ ശ്രമം നടത്തി. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കും. മുമ്പ് കസ്റ്റഡി അപേക്ഷയുമായി ഗോവയിലെത്തിയ മ്യൂസിയം പോലീസിന്റെ കയ്യിൽ നിന്ന് മുഹമ്മദ് ഇർഫാൻ വഴുതിപ്പോയത് കോവിഡ് മൂലമാണ്. കവടിയാറിൽ രാജ്ഭവന് സമീപം ഭീമ ജ്വല്ലറി ഉടമ ബി ഗോവിന്ദന്റെ വീട്ടിൽ മോഷണം നടത്തിയത് മുഹമ്മദ് ഇർഫാനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. 2021 ഏപ്രിൽ 14 വിഷു ദിവസം പുലർച്ചെ 1:30-നും 3:30-നും ഇടയിലായിരുന്നു മോഷണം. 2.30 ലക്ഷം രൂപയുടെ വജ്രാഭരണങ്ങളും 60,000 രൂപയുമാണ് നഷ്ടമായത്. ആന്ധ്ര പോലീസാണ് മോഷ്ടാവ് ബീഹാറിലുള്ള ഇർഫാനാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനിടെ ഗോവയിലെ മോഷണക്കേസിൽ പനാജി പോലീസ് ഇർഫാനെ അറസ്റ്റ് ചെയ്തു. കോവിഡ് കണക്കിലെടുത്ത് ജയിലിലെ തടവുകാരുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ ഗോവയിലെ കേസിൽ ഇർഫാന് കോടതി ജാമ്യം നൽകി. എല്ലാ ആഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന പ്രധാന ഉപാധി ലംഘിച്ച് ഇർഫാൻ മുങ്ങി. ഇതോടെ അന്ന് കേരള പോലീസിന് ഇർഫാനെ കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതടക്കം കോടതിക്ക് മുമ്പിൽ പോലീസ് എത്തിക്കും. കൊടും മോഷ്ടാവിനെ സ്ഥിരമായി കേരളത്തിലെ ജയിലിൽ തളയ്ക്കാനാണ് നീക്കം. ഇതിനു വേണ്ടിയാണ് ബീഹാറിലെ തെളിവെടുപ്പും. ഇപ്പോൾ പ്രതിയെ പിടികൂടിയത് കേരള പോലീസിന്റെ തന്ത്രപൂർവമായ ഓപ്പറേഷനിലൂടെയാണ്. 15 മണിക്കൂറിനകമാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതിയുടെ ദൃശ്യങ്ങൾ ജോഷിയുടെ വീട്ടിലെ CCTVകളിൽ നിന്ന് ലഭിച്ചെങ്കിലും സമീപത്തെ CCTVകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായി മാറിയിരുന്നു. തുടർന്ന് പ്രദേശത്തെ എല്ലാ മൊബൈൽ ഫോണുകളുടെയും CDR വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിൽ നിന്നും പ്രതി മുഹമ്മദ് ഇർഫാന്റെ സഞ്ചാരപഥം കണ്ടെത്തി. ഇയാൾ കാറിലാണ് സഞ്ചരിക്കുന്നതെന്നും കാറിന്റെ പ്രത്യേകതകളും വഴിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തി. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിൽ ബീഹാർ സീതാമർഹി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന ചുവന്ന ബോർഡ് വെച്ചായിരുന്നു യാത്ര. കൊച്ചി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതോടെ മംഗലാപുരം, ഉടുപ്പി മേഖലകളിൽ കർണാടക പോലീസ് വ്യാപക പരിശോധന ആരംഭിച്ചു. ഇർഫാന് ഉജാല എന്ന് വിളിപ്പേരുണ്ട്. വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി.